Hey guys, welcome back to our channel Let's Chats. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടു സീ ഹിം അഗെയിൻ എന്നുള്ള ഗബ്രിയേല മിസ്ട്രൽ എഴുതിയിട്ടുള്ളൊരു പോവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം, ടു സീ ഹിം അഗെയിൻ എന്നാണ് പറയുന്നത്. വീണ്ടും അവനെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ വീണ്ടും അയാളെ ഒന്ന് കാണാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ, ഒരു അവൻ അല്ലെങ്കിൽ ഒരു അയാൾ, ഒരു ബിലവഡ് അവിടെയുണ്ട്. അപ്പോൾ അയാളെ അല്ലെങ്കിൽ അവനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ബിലവഡ് ഇവിടെ, അല്ലെങ്കിൽ അയാളുടെ ലവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്പീക്കറായിട്ട് നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെയിം സംഭവം തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷനിലായിരിക്കുക. അപ്പോൾ അതിനുശേഷം അയാളുമായിട്ടൊരു ബ്രേക്കപ്പ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സെപ്പറേറ്റ് ആവുക, എന്നിട്ട് അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു ട്രോമയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഭയങ്കര ഷാറ്റേർഡാണ്, ഭയങ്കര തകർന്നൊരവസ്ഥയിലാണ്. കാരണം അവർ തിരിച്ചറിയുകയാണ്, ഒരിക്കലും ബിലവഡിനെ ഇനി തിരിച്ച് കിട്ടില്ല, എനിക്ക് അയാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഒരിക്കലും അയാളുമായിട്ട് റീയുണൈറ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് അവർ എത്രത്തോളം അയാളെ സ്നേഹിച്ചിരുന്നു, അത്രത്തോളം അവൾക്ക് അതിൽ നിന്നും പുറകിലോട്ട് പോരാൻ, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനകത്ത് രണ്ട് എന്താ പറയുക, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ഇതിനകത്ത് കാണാം. അതായത് ഫസ്റ്റ് സെക്ഷനിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് ഇനി കാണണ്ട, അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു റിലേഷൻ ഒന്ന് പുറത്തോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ അതൊന്ന് മൂവ് ഓൺ ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് സ്വയം പിൻവലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെയും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതേസമയം തന്നെ എവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിക്ക് അതിൽ നിന്നും അങ്ങോട്ട് എന്താ പറയുക, ഡിറ്റാച്ച്ഡ് ആയിട്ട് പുറത്ത് വരാൻ പറ്റാത്ത അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ആ ഒരു റിലേഷനിൽ എന്താ പറയുക, അത്രയും ഇൻവോൾവ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് ലൈൻസ് നോക്കാം. ആൻഡ് നെവർ അഗെയിൻ, ഒരു ചോദ്യമായിട്ടാണ്, ഇനി ഒരിക്കലും ഇല്ലേ എന്നുള്ള രീതിക്ക്. നമുക്കറിയാം, ടൈറ്റിൽ ഉണ്ടാകാൻ അറിയാം എന്താ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരിക്കലും അയാളെ കാണില്ല, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അയാളുമായിട്ട് ഒന്നിക്കാൻ പറ്റില്ലേ എന്നൊരു ചോദ്യമാണ് വരുന്നത്. നോട്ട് ഓൺ നൈറ്റ്സ് പാക്ഡ് വിത്ത് എ ഫ്യൂ സ്റ്റാർസ്. പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഡാർക്ക് മോഡലുള്ളൊരു കവിതയാണ്. അതായത് ഇതിനകത്ത് എല്ലാം നെഗറ്റീവായിട്ടാണ് ഭൂരിഭാഗം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം, ഒരു ബ്രേക്കപ്പിന് ശേഷമുള്ളൊരു കവിത ആകുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവായി നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു വിഷമമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വിഷമം കാണിക്കാൻ വേണ്ടി ഒരുപാട് വേർഡ്സ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺ നൈറ്റ്സ് പാക്ഡ് വിത്ത് എ ഫ്യൂ സ്റ്റാർസ്. അപ്പോൾ ഇനി ഒരിക്കലും കാണില്ലേ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. അത് വളരെ കുറച്ച് സ്റ്റാർസ് മാത്രം പാക്ഡ് ആയിട്ടുള്ള ആ ഒരു രാത്രിയിലും എനിക്കിനി ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ലേ, അല്ലെങ്കിൽ വീണ്ടും ഇനി ഒരിക്കലും റീയുണൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ. അവിടെയും പറയുന്നത് ഫ്യൂ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. ഒരുപാട് നിറയെ നക്ഷത്രങ്ങളുള്ള ഒരു ആകാശമൊന്നും, അല്ലെങ്കിൽ നിറയെ നക്ഷത്രങ്ങളിലൊരു നൈറ്റ് ഒന്നും അല്ല പറയുന്നത്, മറിച്ച് വളരെ കുറച്ച് നക്ഷത്രങ്ങളിൽ അവിടെ തന്നെ നമുക്കൊരു ഡാർക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് നക്ഷത്രങ്ങളുള്ള ആ ഒരു രാത്രിയിലെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു രാത്രിയിലും എനിക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. ഓർ ഇൻ മോർണിംഗ്സ് ഫസ്റ്റ് ലെൻഡ് എ സൺ ഓർ ആഫ്റ്റർനൂൺസ് സാക്രിഫൈസ്ഡ് ടു ആഫ്റ്റർനൂൺസ്. അപ്പോൾ ആദ്യത്തെ സൂര്യകിരണം പതിക്കുന്ന പ്രഭാതത്തിലാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ആഫ്റ്റർനൂണിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും എന്നെയും കൊണ്ട് ഇനി ഒരിക്കലും യുണൈറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അയാളെ കാണാനായിട്ട് സാധിക്കില്ലേ എന്നിങ്ങനെ അവരോട് തന്നെ ചോദിക്കണം. ഓർ അറ്റ് ദ എഡ്ജ് ഓഫ് എ പെയിൽ റോഡ്. ആ ഒരു പെയിൽ റോഡിനെ വരെ ഭയങ്കര ഡാർക്കാക്കിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. പെയിൽ റോഡ് എന്ന് പറഞ്ഞാൽ വിളറിയ ആ ഒരു റോഡ് എന്നാണ് പറയുന്നത്. ഓർ അറ്റ് ദ എഡ്ജ് ഓഫ് എ പെയിൽ റോഡ് ദാറ്റ് സറൗണ്ട്സ് ദ ഫാം ഫീൽഡ്സ്. ആ ഒരു ഫാം ഫീൽഡിനെ ചുറ്റും പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു പെയിൽ റോഡിൻ്റെ വക്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിൽ പോലും ഇനി ഒരിക്കലും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ. ഓർ എ റിം ഓഫ് എ ട്രംബ്ലിംഗ് ഫൗണ്ടൈൻ. ആ ഒരു ട്രംബ്ലിംഗ് ഫൗണ്ടൈൻ്റെ റിമ്മിലാണെന്നുണ്ടെങ്കിലും എനിക്കിനി ഒരിക്കലും അയാളായിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കില്ലേ. അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് എടുത്തെടുത്ത് ചോദിക്കുകയാണ്. അവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഹോപ്പ് ഉണ്ടോ എന്നാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, അതിനൊന്നും എനിക്കിനി കാണണ്ട എന്നുള്ള രീതിക്ക് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ലൈൻസിനെ എടുക്കാവുന്നതാണ്. ഓർ എ റിം ഓഫ് എ ട്രംബ്ലിംഗ് ഫൗണ്ടൈൻ. ട്രംബ്ലിംഗ് ഫൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൗണ്ടൈൻ ആണെങ്കിൽ തന്നെ അതൊരു ട്രംബ്ലിംഗ് ലുക്കാണ്. പക്ഷേ ഇവിടെ അത് എടുത്ത് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രംബ്ലിംഗ് ഫൗണ്ടൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രംബ്ലിംഗ് കൊടുക്കുന്നത് എന്തിനാണ്, അവരുടെ ആ ഒരു മാനസിക അവസ്ഥേനെയാണ്, ആ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഇനി കാണണോ കാണണ്ടേ, മൂവ് ഓൺ ചെയ്യണോ വേണ്ടേ, ആ ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ എത്താത്തൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. വൈറ്റ് ആൻഡ് ബൈ എ മൂൺ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫൗണ്ടൈൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഒരു വൈറ്റ് ആൻഡ് ബൈ എ മൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലാവുള്ള ഒരു രാത്രിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മൂണിൻ്റെ പ്രകാശം കൊണ്ട്, നിലാവ് കാരണം വെളുത്തിട്ടുള്ള ആ ഒരു ഫൗണ്ടൈൻ, ആ ട്രംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൗണ്ടൈൻ്റെ അരികിലാണെങ്കിൽ പോലും എനിക്കിനി ഒരിക്കലും കാണാൻ പറ്റില്ലേ എന്നുള്ള രീതിക്കാണ്. ഓർ ബിനീത്ത് ദ ഫോറസ്റ്റ് ലഷ് പോപ്ലാസ്. അതേപോലെ തന്നെ പോപ്ലാസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മരമാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിങ്ങനെ ലഷ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ടൊക്കെ നിൽക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ ബിനീത്തിലായാലും വേർ യെല്ലിങ് അറ്റ് ഹിം ഐ വാസ് ഓവർടേക്കൺ ബൈ ദ നൈറ്റ്.
അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഇങ്ങനെ യെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് ഓവർടേക്കൺ ബൈ ദ നൈറ്റ്. ചോദിക്കുകയാണ്, അതായത് ആ ഒരു രാത്രിയിൽ ഞാൻ മൊത്തത്തിൽ ചേഞ്ച്ഡായിപ്പോയി. മേ ബി ആ ഒരു ബ്രേക്കപ്പ് നടന്ന ഒരു നൈറ്റ് ആയിരിക്കാം. അപ്പോൾ അതിനുശേഷം എന്താണ്, മൊത്തത്തിൽ ആൾ ചേഞ്ച് ആയി പോവുകയാണ്. നോട്ട് ഇൻ ദ ഗ്രോട്ടോ ദാറ്റ് റിട്ടേൺസ് ദ എക്കോ ഓഫ് മൈ വേർഡ്സ്. അതേപോലെ തന്നെ ഗ്രോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവ് ആണത്. മനുഷ്യന്മാർ നിർമ്മിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കേവ് ആയാലും അല്ലെങ്കിൽ ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ളതായാലും ഓട്ടോറിറ്റീസ് കേവിൻ്റെ അകത്ത്, ആ ഒരു ഇത്തരത്തിലുള്ളൊരു കേവിൻ്റെ അകത്ത് എൻ്റെ ഒരു എക്കോസിനെ എൻ്റെ ഒരു വേർഡ്സിനെയൊക്കെ എക്കോ ചെയ്യാൻ സാധിക്കുന്ന ഒരു കേവിനകത്താണെന്നുണ്ടെങ്കിലും എവിടെയും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വ്യക്തിനെ കാണുന്നില്ല, അല്ലെങ്കിൽ കാണണ്ട, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ റീയൂണൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നാണ് അവിടെ കാണുന്നത്. നോ ടു സീ ഹിം എഗെയിൻ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വേർ. അവർ പറയുന്നില്ല, അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷേ ആളെന്താ ആഗ്രഹിക്കുന്നത്, ടു സീ ഹിം എഗെയിൻ, വീണ്ടും എനിക്ക് കാണണമെന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വേർ, എവിടെ ആയാലും വേണ്ടില്ല, എനിക്ക് വീണ്ടും അയാളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇൻ ഹെവൻസ് ഡെഡ് വാട്ടർ, അതൊരു ഹെവനിലായാലും, ഹെവൻസ് ഡെഡ് വാട്ടർ എന്നാണ് പറയുന്നത്. അവിടെ ഈ നെഗറ്റീവാണ് ആൾ കൊണ്ട്, ഹെവൻ എന്ന് പോസിറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടുതൽ ഡെഡ് വാട്ടർ എന്നാണ് പറയുന്നത്. അവിടെ ആയിക്കോട്ടെ, ഓർ ഇൻസൈഡ് ദ ബോയിലിംഗ് ഹോൾ, ആ ഒരു ബോയിലിംഗ് ഹോൾ മേ ബി നമുക്ക് അതിനെ വേണമെങ്കിൽ മുകളിലത്തെ ലൈനിൽ ഹെവൻ പറഞ്ഞതുകൊണ്ട് ഇത് ഹെല്ലാവാമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ആ ഒരു ബോയിലിംഗ് ഹോളിലായിക്കോട്ടെ, ഇപ്പോൾ ഹെവനോ ഹെല്ലോ ബോയിൽ ചെയ്യുന്ന സ്ഥലമോ അല്ലെങ്കിൽ ഡെഡ് വാട്ടറോ എവിടെ ആയാലും എനിക്ക് പ്രശ്നമില്ല. ഓർ സ്റ്റിൽ മൂൺ ഓർ ഇൻ ബ്ലഡ്ലെസ് ഫ്ലൈറ്റ്, ആ ഒരു മൂണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മൂണിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിലാവുള്ള രാത്രി ഏത് രീതിക്ക് വേണം നമുക്ക് എടുക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ്ലെസ് ഫ്ലൈറ്റ്, ആ ഒരു ഭയം, ആ ഒരു ബ്ലഡ്ലെസ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റിൻ്റെ ഇടയിലായിക്കോട്ടെ, ഏത് സ്ഥലമാണ് എന്നൊന്നും എനിക്കറിയണ്ട, പക്ഷേ ഐ വോണ്ട് ടു സീ ഹിം എന്നാണ് ആൾ പറയുന്നത്. ടു ബി വിത്ത് ഹിം, കാണുക എന്ന് മാത്രമല്ല എനിക്ക് അയാളുടെ കൂടെ നിൽക്കാനാണ് അല്ലെങ്കിൽ അയാളുടെ കൂടെ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടു ബി എവറി സ്പ്രിംഗ് ടൈം ആൻഡ് വിൻ്റർ, അതിപ്പോൾ ഏത് സ്ഥലമായിക്കോട്ടെ, ഏത് സീസൺ ആയിക്കോട്ടെ, സ്പ്രിംഗ് ആയിക്കോട്ടെ, വിൻ്റർ ആയിക്കോട്ടെ, യുണൈറ്റഡ് ഇൻ വൺ പെയിൻറ്റഡ് നോട്ട് അറൗണ്ട് ഹിസ് ബ്ലഡി നെക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു നെക്കിനകത്ത് ഒരു പെയിൻറ്റഡ് നോട്ട് കെട്ടിയിട്ട് അതിൽ യുണൈറ്റഡ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്കൊരു പെയിൻറ്റഡ് നോട്ട് കെട്ട് എന്ന് പറയുന്നത്, കെട്ട് എവിടെയെന്ന് പറയുന്നത് അറൗണ്ട് ഇസ് ബ്ലഡി നെക്ക്. ബ്ലഡി നെക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവാണ്. അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റും ഒരു കെട്ടിട്ടിട്ട് ആ കെട്ടിൽ യുണൈറ്റഡ് ആയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷേ അതും ആ ഒരു നെഗറ്റീവായിട്ടാണ് പറയുന്നത് എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ആൾക്ക് ഓൾറെഡി അറിയാം, ആൾ മൂവ് ഓൺ ആവേണ്ട ടൈമായി, ആൾ ബ്രേക്കപ്പ് ആയതാണ്, ഇതെല്ലാം ആൾക്കറിയാം. പക്ഷേ എന്നാലും എന്ത് ചെയ്യുന്നില്ല, ആൾക്കാർ ഇൻറ്റൻസിറ്റി കാരണം അയാളെ മറക്കാനോ അല്ലെങ്കിൽ അയാളെ കാണാതിരിക്കാനോ സാധിക്കുന്നില്ല. ആൾ ആഗ്രഹിക്കുന്നുണ്ട് മൂവ് ഓൺ ചെയ്യുന്നത്, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു എന്താ പറയുക അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് പറയുന്നത്. താങ്ക് യു.